നമുക്ക് പവിത്രം എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടാലോ? മാഷും അമ്മയുമായി സംസാരിക്കുന്നതാണ് തുടക്കം. എത്ര സൗകര്യത്തോടെ ജീവിച്ച കുട്ടിയാണ് ഇവിടെ വന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. നീയും കമലയുടെ കൈ പിടിച്ചിറങ്ങിയപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ മോനെ? പ്രേമിച്ച് വിവാഹം കഴിഞ്ഞിട്ടും കുറച്ചു കാലം കഴിഞ്ഞ് പ്രേമത്തിൽ നിന്ന് വിട്ടുപോകുന്നവരും ആലോചിച്ച് കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയാലും പ്രേമം എന്തെന്നറിയാത്തവരും നമ്മുടെ നാട്ടിലുണ്ട്. മാത്രമല്ല, വിക്രത്തിൻ്റെയും വേദയുടെയും ജീവിതത്തിൽ ഇത് രണ്ടിനും ഇടയിലുള്ളതാണെങ്കിലും അവരറിയാതെ ഒരു പ്രേമത്തിൻ്റെ ഉടക്ക് വീണിട്ടുണ്ടെന്നും നീയും അവരെ അംഗീകരിക്കണമെന്നും അമ്മ ഉപദേശിക്കുന്നു. വിക്രത്തിൻ്റെ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്നതാണ് അടുത്തത്. വേദയുടെ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിച്ചെങ്കിലും സഹോദരൻ വിക്രത്തെ കൊല്ലാൻ നടക്കുകയാണെന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെടുന്നു. ഓ, സഹോദരനോ? പിന്നെ ആരെന്നാ നിങ്ങളുടെ വിചാരം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത് വേദയുടെ വീട്ടുകാരെല്ലാം കല്യാണത്തിന് പോകാൻ തയ്യാറാകുന്നു. എന്നാൽ കല്യാണത്തിന് പോകരുതെന്ന് വേദയുടെ സഹോദരൻ ശ്രീകാന്ത് പറയുന്നു. നിങ്ങൾ ആര് പോയാലും വേണ്ടില്ല, അച്ഛൻ കല്യാണത്തിന് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ അച്ഛനെ അപമാനിക്കാനാണ് വിളിച്ചു വരുത്തുന്നതെന്നും ജഡ്ജിയായ അച്ഛനെ അപമാനിക്കാൻ വിട്ടുകൊടുക്കരുതെന്നും ശ്രീകാന്ത് പറയുന്നു. എന്നാൽ മുത്തശ്ശി എതിർക്കുന്നു. അവർ അത്തരത്തിലുള്ളതല്ല, ഇന്ന് അവരുടെ കല്യാണം എന്തായാലും നടക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ബാക്കിയുള്ളവർ പറയുന്നു, വേണ്ട, നമുക്ക് അച്ഛൻ വരണ്ട, നമുക്ക് മാത്രം പോകാം, അങ്ങനെ താലികെട്ട് കഴിയുകയാണെങ്കിൽ നമുക്ക് അച്ഛനെ വിളിക്കാം എന്ന് പറയുന്നു. ഇത് അങ്ങനെ എല്ലാവരുമായി ക്ഷേത്രത്തിലേക്ക് കല്യാണത്തിന് പോകാൻ ഇറങ്ങുന്നു. മണ്ഡപത്തിൽ എല്ലാവരും വളരെ ഉത്സാഹത്തിലാണ്. എന്നാൽ വിക്രം കൂട്ടുകാരോടൊപ്പം റെഡിയാകാതെ ഇരിക്കുന്നു. വേദയും അമ്മയും ഇതുവരെ കൊണ്ടെത്തിച്ചതെന്നും എനിക്ക് ആദ്യമേ ഇതിന് സമ്മതമല്ലായിരുന്നെന്നും ഞാൻ കല്യാണത്തിന് പോവുകയില്ല എന്ന് വിക്രം പറയുന്നു. ഇത് നിനക്ക് നേരത്തെ പറയാമായിരുന്നില്ലേ? ഇത്രമാത്രം കൊണ്ടെത്തിക്കണമായിരുന്നോ എന്നൊക്കെ കൂട്ടുകാർ ചോദിക്കുന്നു. എനിക്ക് ഇതിനാദ്യമേ നിനക്ക് അവളോടുള്ള സ്നേഹം കൂടിയത് കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ, എനിക്ക് അവളോട് സ്നേഹമോ? ആണ് എന്ന് മറ്റുള്ളവർ പറയുന്നു. അവൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമെന്ന് നീ പേടിപ്പെടുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നീ സമ്മതിക്കാത്തതെന്ന് പറഞ്ഞിട്ട് അവർ വളരെയധികം നിർബന്ധിച്ച് നോക്കുന്നു. എന്നാൽ വിക്രം സമ്മതിക്കുന്നില്ല. അവൻ പകരം ചോദിക്കാനാണ് ഇവിടെ വന്നതെന്നും ഇനി ഈ താലി കൂടെ അവളുടെ കഴുത്തിൽ വീണാൽ വീണ്ടും അവൾക്ക് എന്നോടുള്ള സ്വാതന്ത്ര്യം കൂടുമെന്നും ഇന്നത്തെ വിവാഹം നടന്നാൽ ഇനി അതോടെ അവൾ പകരം വീട്ടുമെന്നും പറഞ്ഞ് റെഡിയാകാതെ ഇരിക്കുന്നു. കൂട്ടുകാർ വളരെയധികം നിർബന്ധിക്കുന്നു. നമ്മുടെ വേദയാണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടി